ഇപ്പം ഞാൻ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തായിട്ടാണ് നിൽക്കുന്നത്. തൂത്തുക്കുടിയിൽ വന്നിട്ട് ഞാനൊരു 3-4 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നത് പ്രത്യേകിച്ച് പ്ലാനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ്. അങ്ങനെ ഞാൻ ഇന്നലെ നോക്കിയപ്പോഴേ കുറച്ചധികം സ്ലീപ്പർ ടിക്കറ്റ് അവൈലബിൾ ആയിരുന്നു. അങ്ങനെ അതിൽ ബുക്ക് ചെയ്തു. ഞാൻ വേറെ പല സ്ഥലങ്ങളിലോട്ട് നോക്കിയായിരുന്നു, പക്ഷേ എല്ലായിടത്തോട്ടും സ്ലീപ്പർ അവൈലബിൾ അല്ലായിരുന്നു. അങ്ങനെ ഇവിടെ തൂത്തുക്കുടി നോക്കിയപ്പോൾ ട്രെയിനിൽ അവൈലബിൾ ആയിരുന്നു. അങ്ങനെ ഞാൻ കൊല്ലത്തുനിന്ന് തൂത്തുക്കുടി വരെ ബുക്ക് ചെയ്തു. 175 രൂപയായിരുന്നു ടിക്കറ്റ് ചാർജ്, സ്ലീപ്പറിൻ്റെ ടിക്കറ്റ് ചാർജ്. രാത്രി 11:15 കൊല്ലത്തുനിന്ന് ഞാൻ ഈ വന്ന പാലരുവി എക്സ്പ്രസ് എന്ന് പറഞ്ഞ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. രാത്രി 11:15 സ്റ്റാർട്ട് ചെയ്യുന്നത് പിറ്റേ ദിവസം രാവിലെ 6:30 ആകുമ്പോൾ തൂത്തുക്കുടി റെയിൽവേ സ്റ്റേഷനിലെത്തും. സുഖമായിട്ട് ഉറങ്ങി സ്വസ്ഥമായിട്ട് യാത്ര ചെയ്ത് വരാം. പിറ്റേ ദിവസം രാവിലെ ഇവിടെ എത്തിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ വെയിറ്റിംഗ് റൂമും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വെയിറ്റിംഗ് റൂമിലെല്ലാം കുളിച്ചതിന് ശേഷം കുളിച്ച് ഫ്രഷായിട്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ ഞാൻ യൂട്യൂബിൽ നോക്കി ടൂറിസ്റ്റ് പ്ലേസ് ഇൻ തൂത്തുക്കുടി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തായിരുന്നു. അപ്പോൾ കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചു. അപ്പോഴിവിടെ നവതിരുപ്പതി എന്ന് പറഞ്ഞ് കുറച്ച് അമ്പലങ്ങളുണ്ട്. എന്ന് വെച്ചാൽ 9 അമ്പലങ്ങൾ. ഈ 9 അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞാൽ തിരുപ്പതിയിൽ പോകുന്നതിൻ്റെ ആ ഒരു പുണ്യം കിട്ടുമെന്നാണ് വിശ്വാസം. അപ്പോഴങ്ങനത്തെ കുറച്ച് അമ്പലങ്ങൾ ഈ തിരുനെൽവേലി തൂത്തുക്കുടി ആ ഒരു ഭാഗത്തായിട്ടുണ്ട്. ഇവിടെ നിന്ന് 38 കിലോമീറ്ററാണ് ശ്രീവൈകുണ്ഠം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ കുറച്ച് അമ്പലങ്ങളുണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു അമ്പല വൈബും എല്ലാം ഒന്ന് ആസ്വദിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോഴങ്ങോട്ടേക്കാണ് പോകുന്നത്. ഈ ശ്രീവൈകുണ്ഠം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട്. ശ്രീവൈകുണ്ഠം റെയിൽവേ സ്റ്റേഷൻ ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. സത്യത്തിൽ ഇവിടെ തൂത്തുക്കുടി വരെ വരേണ്ട ഒരു കാര്യമില്ലായിരുന്നു. തിരുനെൽവേലി വന്നു കഴിഞ്ഞാൽ തിരുനെൽവേലിയിൽ നിന്നും രാവിലെ 7:15 ട്രെയിനുണ്ട്. അത് ശ്രീവൈകുണ്ഠം എന്ന് പറഞ്ഞ സ്ഥലം വഴി തിരുച്ചെന്തൂർ പോകുന്ന ട്രെയിനാണ്. അപ്പോൾ ആ ട്രെയിൻ കിട്ടുമായിരുന്നു, പക്ഷേ ഞാൻ അതിൽ കയറിയില്ല. കാര്യം എന്ന് വെച്ചാലേ, ഞാൻ ഈ വന്ന ട്രെയിൻ രാവിലെ 4 മണി 4:30 ആ ഒരു സമയത്താണ് തിരുനെൽവേലിയിൽ എത്തുന്നത്. പിന്നെ ഒരു 3 മണിക്കൂർ സമയമുണ്ട് അടുത്ത ട്രെയിനിന്. 7:15 ഞാൻ പറഞ്ഞായിരുന്നല്ലോ. എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളൊരു കാര്യമാണ് ഈ വെളുപ്പം കാലത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിരുന്ന് കൊതുകടി കൊള്ളുന്നത്. അതുപോലെ ദേഷ്യമുള്ള കാര്യം വേറെ ഒന്നുമില്ല. നമ്മൾ ഉറക്കവും കളഞ്ഞിട്ട് പിന്നീട് ഉറക്കം വരുത്തതുമില്ല. അപ്പോൾ അതിനേക്കാൾ നല്ലത് ആ ട്രെയിനിൽ തന്നെ നേരെ വന്ന് തൂത്തുക്കുടി ഇറങ്ങുന്നതാണ്. ഇവിടെ നിന്നും തൂത്തുക്കുടി നിന്നും വൈകുണ്ഠത്തേക്ക് 38 കിലോമീറ്ററും തിരുനെൽവേലിയിൽ നിന്നും 28 കിലോമീറ്ററാണ്. വലിയ ദൂര വ്യത്യാസമൊന്നുമില്ല. അപ്പോഴതാണ് ഞാൻ തിരുനെൽവേലിയിൽ ഇറങ്ങാത്തത്. നമ്മളീ വന്ന ട്രെയിൻ തിരുനെൽവേലി വഴിയാണ് വരുന്നത്, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോഴെന്തായാലും ഞാൻ തൂത്തുക്കുടി റെയിൽവേ സ്റ്റേഷന് പുറത്തോട്ട് വന്നിട്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇനിയിപ്പം സമയം രാവിലെ 8 മണിയായിട്ടുണ്ട്. എന്തെങ്കിലും കഴിക്കണം. കഴിച്ചതിന് ശേഷം നമുക്ക് ഘട്ടം ഘട്ടമായി നമ്മുടെ യാത്ര തുടരാം. ഇന്നലെ പെസഹ വ്യാഴവും ഇന്നത്തെ ദിവസം ദുഃഖവെള്ളിയുമാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ട്രെയിനിൽ ടിക്കറ്റൊന്നും അവൈലബിൾ അല്ലാത്തതേ. എല്ലാവരും ബുക്ക് ചെയ്തവരവരുടെ നാട്ടിലേക്കെല്ലാം പോകും. ഇതവിടെയായിട്ടൊരു ചായക്കട കാണുന്നുണ്ട്, കണ്ടില്ലേ? നമുക്കൊരു ചായ കുടിക്കാം. ഒരു അടഞ്ഞു കിടക്കുന്ന ഷട്ടറിൻ്റെ ഫ്രണ്ടിലിരുന്ന് നമുക്ക് ചായ കുടിക്കാം. ആ ചായ കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി ചായയാണെന്ന്. നല്ല പതഞ്ഞ ചായ, കൊള്ളാം, നൈസ് ചായ. അങ്ങനെ ഞാൻ ചായ കുടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തെ ഇവിടെയായിട്ട് നോക്കി ഒരു പോസ്റ്റർ ഒടിച്ചിരിക്കുന്നത് വിജയുടെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയാണ് സച്ചിൻ എന്ന് പറഞ്ഞ സിനിമ. അത് റിലീസ് ചെയ്തിരിക്കുകയാണ്. തൊട്ടിപ്പുറത്തായിട്ട് അജിത്തിൻ്റെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയുണ്ട്. ഞാനിങ്ങോട്ട് തൂത്തുക്കുടിയിലേക്ക് വന്നത് സത്യത്തിൽ അജിത്തിൻ്റെ ആ ഒരു സിനിമ കാണണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഇവിടെ നല്ലൊരു തിയേറ്ററുണ്ട്. ഒന്നല്ല, 1-2 തിയേറ്ററുകളുണ്ട്. ഒന്ന് ക്ലിയോപാട്ര എന്ന് പറഞ്ഞ തിയേറ്ററും പിന്നെ ഒന്ന് ശ്രീ ബാലകൃഷ്ണ എന്ന് പറഞ്ഞൊരു തിയേറ്ററുണ്ട്. അതെല്ലാം നല്ല തിയേറ്ററാണ്. ഞാനിവിടെ സിനിമ കണ്ടിട്ടുണ്ട്. സിനിമ കാണാമെന്നുള്ളൊരു ഉദ്ദേശം കൂടെ ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ ഞാൻ ഇങ്ങനെ നടന്ന് വന്നപ്പോഴത്തെ എവിടെയായിട്ട് നോക്കേ കരിമ്പ് കച്ചവടത്തിനായിട്ട് വെച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ പോകുമ്പോഴും കരിമ്പുകൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാം. നടന്ന് ഒരു ഫയർഫോഴ്സിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇത് കാണുന്നത് തൂത്തുക്കുടി ഫയർ സ്റ്റേഷനാണ്. ഇതിന് ഈ സൈഡിലായിട്ട് നിൽക്കുമ്പോഴത്തെ എവിടെയായിട്ടൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, കണ്ടില്ലേ? ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഷെയർ ഓട്ടോയും വരും, പിന്നെ അല്ലാത്ത ബസ്സുകളും വരും. പഴയ ബസ് സ്റ്റാൻഡിലേക്ക് നമുക്ക് പോകണം. പഴയ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ശ്രീവൈകുണ്ഠം പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് കിട്ടുന്നത്. അപ്പോഴെന്തായാലും നമുക്ക് പഴയ ബസ് സ്റ്റാൻഡിലേക്ക് പോകാം. പിന്നെ ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ ഫുഡ് കഴിച്ചായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു. 4 ഇഡ്ഡലി വട 58 രൂപ. അപ്പോഴെന്തായാലും നമുക്ക് ഈ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് ബസ് കയറി പോവാം. ബസ് വരട്ടെ, ബസ്സോ അല്ലെങ്കിൽ ഷെയർ ഓട്ടോയോ വരട്ടെ. അങ്ങനെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ എവിടെയായിട്ടൊരു മാട്ടിറച്ചിക്കടയെന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെയായിട്ട് വലിയൊരു ബീഫിൻ്റെ കാലെല്ലാം തൂക്കിയിട്ടിട്ടുണ്ട്. യെസ്, ഷെയർ ഓട്ടോ വരുന്നുണ്ട്. എന്തായാലും നമുക്കിതിൽ കയറി ബസ് സ്റ്റാൻഡിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ഷെയർ ഓട്ടോ കയറി പഴയ ബസ് സ്റ്റാൻഡ് അടുത്ത് വന്നിരിക്കുകയാണ്. ഈ കാണുന്നതാണ് പഴയ ബസ് സ്റ്റാൻഡ്. ഇവിടെ വരെ വരുന്നതിന് 10 രൂപയാണ് ഷെയർ ഓട്ടോയ്ക്ക് ചാർജ്. ഇതെവിടെയായിട്ട് കുടത്തിൽ വെള്ളമെല്ലാം വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? വെള്ളമാണോ ഇനി മോരാണോ എന്ന് അറിയാൻ വയ്യ. എന്തായാലും വെച്ചിട്ടുണ്ട്. എന്തായാലും ബസ് സ്റ്റാൻഡൊക്കെ നല്ല നീറ്റാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നല്ല വൃത്തിയായിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. എന്നാലും നമുക്ക് ബസ് എവിടെയാണ് നിർത്തിയിരിക്കുന്നതെന്ന് നോക്കാം.
നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് എവിടെയാണെന്ന് നോക്കാം. അങ്ങനെ ഞാൻ കുറച്ച് നേരം ബസ്സിന് വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ എവിടെയായിട്ടൊരു ബസ് വന്നിട്ടുണ്ട്. 144A ബസ്സിൻ്റെ നമ്പറാണ്. തൂത്തുക്കുടി തിരുവൈകുണ്ഠം എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ബസ്സിലേക്ക് കയറാം. ഒരുപാട് ആൾക്കാർ ആ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് സീറ്റൊന്നും വിൻഡോ സീറ്റൊന്നും കിട്ടില്ല, ചിലപ്പോൾ നിൽക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് ബസ്സിലേക്ക് കയറാം. അങ്ങനെ നമ്മൾ ബസ്സിലേക്ക് കയറി വീണ്ടും ബസ്സിലേക്ക് ഇറങ്ങി. ഈ നിൽക്കുന്നതാണ് ശ്രീവൈകുണ്ഠം ബസ് സ്റ്റാൻഡ്. ബസ്സിനകത്തേക്ക് കയറിയപ്പോൾ വിൻഡോ സീറ്റൊന്നും കിട്ടിയില്ലായിരുന്നു. അങ്ങനെ എങ്ങനെയാലുമാണ് ഇവിടം വരെ വന്നത്. അതുകൊണ്ട് വരുന്ന വഴിയൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഈ ബസ്സിൽ വന്ന കൂടുതൽ ആൾക്കാരും ഈ ഒരു അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നവരാണ്. എന്തായാലും നമുക്ക് ആ ഒരു അമ്പലവും പരിസരവും അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം. ഇവിടെ നിന്ന് കുറച്ച് നടക്കാവുന്നതേ ഉള്ളൂ അമ്പലത്തിലേക്ക്. ഇവിടം വരെ വരുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 23 രൂപയായിരുന്നു. നമ്മൾ 9 മണിക്കാണ് ബസ്സിൽ കയറിയത്. ഇപ്പോൾ സമയം 10:40 ആയിട്ടുണ്ട്. 38 കിലോമീറ്റർ യാത്ര ചെയ്യാൻ കുറച്ചധികം സമയം എടുത്തു. കുറച്ച് കറങ്ങിയൊക്കെയാണ് ബസ് വന്നത്. ഇതിവിടെ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് കാവ് പോലത്തെ ഒരു അമ്പലമൊക്കെ കാണുന്നുണ്ട്. അങ്ങോട്ടായിട്ടൊരു പ്ലെയിൻ ഏരിയ ഒക്കെ കാണുന്നുണ്ട്. എനിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങോട്ടായിട്ട് ഒരു വിശാലമായിട്ടുള്ളൊരു സ്ഥലം പോലെ തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് നടന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ ആയിട്ട് നടന്നു പോകാൻ വേണ്ടിയിട്ടൊരു നീളത്തിലൊരു ബ്രിഡ്ജൊക്കെ കാണിച്ചിട്ടുണ്ട്. അവിടെ ആയിട്ട് മാടിനെ എല്ലാം കുളിപ്പിക്കുന്നുണ്ട്. കണ്ടില്ലേ? അങ്ങനെ നമ്മളിപ്പോഴും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ജലവിതരണവുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സംഗതിയാണ്. ഇത് അവിടെ ആയിട്ടൊരു ഡാമെല്ലാം കാണാം, കണ്ടില്ലേ? അതിന് മുകളിലായിട്ട് വണ്ടികളെല്ലാം പോകുന്നുണ്ട്. ബൈക്കും പിന്നെ പിക്കപ്പും ദോസ്തും എല്ലാം പോകുന്നുണ്ട്. ഇതെവിടെ ഈ പുഴയ്ക്ക് തീരത്തായിട്ട് ചെറിയൊരു കാവ് പോലത്തെ അല്ല, ചെറിയൊരു കാവാണ്. ഇതാ കണ്ടില്ലേ? അവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ പ്രതിഷ്ഠകളെല്ലാം വെച്ചിട്ടുണ്ട്. എന്തായാലും ആ ഒരു പരിസരം കാണാൻ നല്ല തണലുണ്ട്. ഇവിടെ നിന്നിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ആ ഒരു അമ്പലത്തിൻ്റെ ഗോപുരം കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടില്ലേ? നല്ല ഹൈറ്റിലുള്ളൊരു ഗോപുരമാണ്. എന്തായാലും നമുക്ക് ആ ഒരു പരിസരത്തേക്കൊക്കെ പോവാം. ഇവിടെ ആയിട്ട് കന്നുകാലികൾ പുഴയിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണെന്നാണ് തോന്നുന്നത്. അവിടെ പിള്ളേരൊക്കെ നിന്ന് അതിനെ കളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കുറേ ഉണ്ട് കേട്ടോ, കുറച്ചധികം ഉണ്ട്. ഇങ്ങനെ വരിവരിയായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഇതിങ്ങോട്ടെല്ലാം ചെറിയ ചെറിയ വീടുകളെല്ലാമാണ്. ആ വഴിയിലൂടെയാണ് കാളകൾ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാളയും പശുവും എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിന് പുറത്തേക്ക് വന്നപ്പോൾ, അതായത് ആ ഒരു ആറിൻ്റെ പരിസരം, നമ്മൾ ആ പോയ ആറെന്ന് പറയുന്നത് താമരഭരണി ആറായിരുന്നു. അവിടെ ആയിട്ട് കണ്ട ഡാം ശ്രീവൈകുണ്ഠം ഡാം. അങ്ങനെ അതെല്ലാം കണ്ടിട്ട് തിരികെ വന്നപ്പോഴത്തെ ഇവിടെ എല്ലാമായിട്ട് ചെറിയ ചെറിയ റെസ്റ്റോറൻ്റൊക്കെയാണ്. ഇഡ്ഡലിയും പൂരിയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കിട്ടും. പിന്നെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്ന ഈ കടകൾ ഇവിടുത്തെ അമ്പലമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കടകളാണ്. എന്ന് വെച്ചാൽ പൂജയുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളെല്ലാം കച്ചവടം ചെയ്യുന്ന കടകളൊക്കെയാണ് കൂടുതലായിട്ടും ഉള്ളത്. ഇതാ കണ്ടില്ലേ? തേങ്ങയും ഹാരവും എല്ലാം വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ ആയിട്ട് ഈ കാണുന്നത് ലോഡ്ജാണ്. ഫാമിലി ആയിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ റൂം എടുത്ത് തങ്ങാം. ഒരുപാട് വലിയൊരു ടൗണും കാര്യമൊന്നും അല്ലാത്തത് കൊണ്ട് വലുതായിട്ട് അറുക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മാന്യമായിട്ടുള്ള റേറ്റൊക്കെ ആയിരിക്കാം. എന്താ ഇവിടെ ആയിട്ടൊരു മെഡിക്കൽ ഷോപ്പുണ്ട്, ATM കൗണ്ടറുണ്ട്, അങ്ങനത്തെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു അമ്പലത്തിൻ്റെ പരിസരത്തേക്ക് പോകാം. ഇത് ദൂരെ ആയിട്ടൊരു ക്രിസ്ത്യൻ പള്ളി കാണുന്നുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് 280 മീറ്ററേ ഉള്ളൂ അമ്പലത്തിലേക്കുള്ള ദൂരം. എന്തായാലും നമുക്ക് ആ ഒരു അമ്പലത്തിൻ്റെ പരിസരത്തേക്ക് ഒന്ന് പോയിട്ട് വരാം. നല്ല വെയിലടിക്കുന്നുണ്ട് കേട്ടോ, നല്ല ചൂടുമുണ്ട്. ഇത് കണ്ടില്ലേ? ആ കാണുന്നതാണ് അമ്പലത്തിൻ്റെ ഗോപുരം. എന്തായാലും നമുക്ക് നടന്ന് അങ്ങോട്ടേക്ക് പോകാം. പോകുന്ന വഴിയിലെല്ലാം എന്താ ഇവിടെ ആയിട്ട് കന്നുകാലികളെല്ലാം കിടക്കുന്നത് കണ്ടില്ലേ? വലിയ സൈസുള്ള പശു. എൻ്റെ അമ്മോ! വെയിലാണെങ്കിലും ഇതുവഴിയിലൂടെ എല്ലാം നടക്കാനൊരു പ്രത്യേക സുഖമുണ്ട് കേട്ടോ. സുഖം എന്ന് വെച്ചാൽ ഒരു തനി ഗ്രാമത്തിൻ്റെയും തമിഴ്നാടിൻ്റേതായ തനത് ശൈലിയിലുള്ള കെട്ടിടങ്ങളും എല്ലാം കണ്ടിട്ട് ഇങ്ങനെ നടക്കാം. ഇതെവിടെ ആയിട്ട് ഗ്യാസ് സ്റ്റൗ എല്ലാം റെഡിയാക്കുന്ന കടയാണ്. മിക്സിയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം റെഡിയാക്കും. ഇവിടെ ടൂറിസ്റ്റായിട്ട് വരുന്നവർക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ദൈവം വണ്ടി കണ്ടില്ലേ? ഇതെല്ലാം നമ്മുടെ നാട്ടിൽ മുൻപ് ഡ്രൈവിംഗ് സ്കൂളിലെല്ലാം യൂസ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോഴും അങ്ങനെ കാണാനില്ല. എന്തായാലും നല്ലൊരു ലുക്കുണ്ട് ഈ വണ്ടി കാണാനേ. ഇതെവിടെല്ലാമായിട്ടുള്ള വീടുകൾ നോക്കേ, ഒരു പ്രത്യേകതയില്ലേ കാണാൻ? പ്രത്യേകതയുണ്ട്. ഇതാ കണ്ടില്ലേ? ഈ ഒരു ബിൽഡിങ്ങും കാണാനൊരു പ്രത്യേകത തോന്നുന്നുണ്ട്. അങ്ങനത്തെ പഴയ കെട്ടിടങ്ങളെല്ലാം കണ്ടിട്ട് ഇങ്ങനെ നടന്ന് നമുക്ക് പോവാം. ഈ കാണുന്നതാണ് വൈകുണ്ഠം പോസ്റ്റ് ഓഫീസ്. ഇവിടുത്തെ പിൻകോഡാണ് 628601 ശ്രീവൈകുണ്ഠം. അങ്ങനെ നമ്മൾ നടന്ന് ആ ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുവാണ്. ഏകദേശം ഫ്രണ്ടിലെത്തിയിരിക്കുവാണ്. പെരുമാൾ കോവിൽ. നവതിരുപ്പതിയിൽ ഒരു അമ്പലം ഇതാണ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ 9 അമ്പലങ്ങളുണ്ട് ഈ പരിസരത്തൊക്കെ ആയിട്ട്. തൂത്തുക്കുടി പിന്നെ തിരുനെൽവേലി പരിസരത്തെല്ലാമായിട്ട്. എന്തായാലും ഇവിടെ വന്നപ്പോഴും നല്ലൊരു തണൽ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു പാറയുടെ എല്ലാം തണുപ്പേ സുഖമുണ്ട്, ഒരാശ്വാസമുണ്ട്. ഇവിടെ അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ടുള്ളൊരു സ്ട്രീറ്റ് നോക്കേ. സാധാരണ അമ്പലമായിട്ട് ബന്ധപ്പെട്ട ഓട്ടോ പുറകെ വന്നു പോട്ടെ.
കണ്ടില്ലേ, സാധാരണ അമ്പലവും അങ്ങനെ ചുറ്റിപ്പറ്റി ബന്ധപ്പെട്ട വീടുകളും എല്ലാം ഇതേപോലെ ആയിരിക്കും. ഈ ഒരു സ്ട്രീറ്റും അങ്ങനെ തന്നെയാണ്. ഒട്ടുമിക്ക തമിഴ്നാട്ടിലെ അമ്പലങ്ങളുടെ പരിസരങ്ങളിലെല്ലാം പോകുമ്പോൾ ഇതേ ഒരു ഫീല് കിട്ടാറുണ്ട്. അങ്ങനത്തെ ഇവിടെ പുറത്തായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്, അരുൾമിகு കല്ലപ്പൻ തിരുക്കോവിൽ അങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ അങ്ങനെയാണ് കാണിക്കുന്നത്. അങ്ങനെ ഇവിടെ ആയിട്ട് വേറൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, കൈലാസനാഥ ക്ഷേത്രത്തിലേക്കുള്ള വഴി, അത് റൈറ്റിലേക്ക്. ഈ വഴി നേരെ ആയിരിക്കണം. എന്തായാലും നമുക്ക് അകത്തേക്കെല്ലാം പോയിട്ട് വരാം. ഇവിടെയൊക്കെ ആയിട്ട് നേർച്ചയ്ക്കായിട്ടുള്ള പൂവും പഴവും എണ്ണയും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ആ കാണുന്നത് തുളസി ഇലയെല്ലാമാണ്, തുളസി ഇലയും തുളസിമാലയെല്ലാം ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കച്ചവടം ചെയ്യുവാണ്. ഇവിടെ ആയിട്ട് കണ്ടില്ലേ, ഇത് കച്ചവടം ചെയ്യുന്നവർ അവരുടെ നിന്ന് വാങ്ങുന്ന കസ്റ്റമറുടെ ചെരുപ്പ് സൂക്ഷിക്കുന്നതാണ്. ചെരുപ്പ് വിട്ടിട്ടവർ ഞാൻ നോക്കിക്കോളാം, ഇവിടെ നിന്ന് ഹാരവോ പൂവോ പഴവോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിയാൽ മതിയെന്ന് കച്ചവടക്കാർ പറയും. അങ്ങനെയാണ് അവരുടെ കച്ചവടത്തിൻ്റെ രീതി. മധുര മീനാക്ഷി അമ്മൻ കോവിലും എല്ലായിടത്തും ഇതേപോലെ ചെയ്യാറുണ്ട് കച്ചവടക്കാരെ. അവരുടെ വയറ്റിപ്പഴപ്പ് ഇത്രയേ ഉള്ളൂ. ഇതെങ്ങനെ നമ്മൾ അകത്തേക്ക് നടന്നു വരുമ്പോൾ ഇവിടെ ആയിട്ട് നോക്കി ഒരു മണ്ഡപം എല്ലാം കാണാം. മണ്ഡപത്തിന് ചുറ്റുമായിട്ട് ആൾക്കാരെല്ലാം ഇരിപ്പുണ്ട്, റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഇതെവിടെ ആയിട്ട് ചെറിയൊരു രൂപമുണ്ട്. എടുത്ത് നടക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലായിട്ടും കണ്ടില്ലേ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതെവിടെ ആയിട്ട് ഈ ഹുണ്ടിയെല്ലാം ഉണ്ട്, കണ്ടില്ലേ സ്കാൻ എല്ലാം ഉണ്ട്, QR കോഡെല്ലാം ഉണ്ട്. ഇതുവഴി ക്യാഷ് പേ ചെയ്യാൻ പറ്റും. ആ സംവിധാനം കൊള്ളാം അല്ലേ. അങ്ങനെ നമ്മൾ അകത്തേക്ക് നടന്നു വരുമ്പോഴേ ഇവിടെ ആയിട്ട് നിൽക്കുമ്പോഴും നല്ലതുപോലെ ആ ഒരു ഗോപുരം കാണാൻ സാധിക്കുന്നുണ്ട്. നോക്കേ, നല്ല ഭംഗിയുണ്ട് ആ ഒരു വർക്കുകളെല്ലാം കാണാനേ. എത്രയോ വർഷം പഴക്കമുള്ള ആ ഒരു പഴയ നിർമ്മിതികളെ ആ ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം എങ്ങനെ ചെയ്തല്ലേ. മെഷീനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ എങ്ങനെയായിരിക്കും ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു കൊത്തുപണികളും വർക്കുകളെല്ലാം ചെയ്തത്. എന്തായാലും അത് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. മധുര മീനാക്ഷി അമ്മൻ കോവിലെല്ലാം കാണുന്നത് പോലത്തെ കൊത്തുപണികളെല്ലാമാണ് ഇവിടെയും കാണുന്നത്. എന്തായാലും നല്ല തണലുണ്ട്, നല്ലൊരു തണലും തണുപ്പും ഉണ്ട് ഇതുവഴിയിലൂടെയൊക്കെ ഇങ്ങനെ നടക്കാൻ. ഇവിടെ എല്ലാമായിട്ട് ചെറിയ ചെറിയ കൽമണ്ഡപങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ നടക്കാൻ നല്ലൊരു ഫീലുണ്ട്. ഏത് ഭാഗത്ത് നിന്നാലും ആ ഒരു ഗോപുരം നല്ലതുപോലെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാ ഇവിടെ ആയിട്ട് അത്യാധുനികതയുടെ സിമെന്റ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയോ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇതാ ഒരു ഭാഗത്തായിട്ട് ഗോശാലയാണ്, കുറച്ചധികം കന്നുകാലികൾ അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ നമ്മൾ വേറൊരു ഭാഗത്തേക്ക് വന്നപ്പോഴും ഇവിടെ ചെറിയൊരു തൊഴുത്താണ്. ഇവിടെ ആയിട്ട് ഒരു പശു നിൽപ്പുണ്ട്. പശുവുണ്ട്, ഒരു പശു കിടാവും ഉണ്ട്. കിടാവ് താഴെയായിട്ട് കിടപ്പുണ്ട്. അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ പശുവിൻ്റെ കുത്ത് കിട്ടും, കുഞ്ഞുള്ളതുകൊണ്ട്. ഇതാ കണ്ടില്ലേ ഇവിടെ ആയിട്ട് ചെറിയൊരു ഗോപുരം. എന്തായാലും അതും കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഞാൻ വേറൊരു ഭാഗത്തേക്ക് വന്നിരിക്കുവാണ്. ഇവിടെയും നമ്മൾ നേരത്തെ കണ്ടതുപോലത്തെ കൊത്തുപണികളെല്ലാമാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും കൊത്തുപണികൾ കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിമനോഹരമായിട്ടുള്ള വർക്കുകളാണ്. ഇതാ കണ്ടില്ലേ, ഇവിടെ നിൽക്കുമ്പോഴും ഈ ഒരു ഗോപുരത്തിൻ്റെ ശരിക്കും ഉള്ളൊരു വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഈ ഒരു കൊത്തുപണികളെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. മെയിനായിട്ട് ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെഷീനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ചെയ്തതാണേ. അതാലോചിക്കുമ്പോഴാണ് അത്ഭുതം തോന്നുന്നത്. എല്ലാ തൂണുകളും അതിമനോഹരമായിട്ടുണ്ട്. ഓരോ സെറ്റ് തൂണുകളിലും പ്രത്യേകതരം ഡിസൈനുകളാണുള്ളത്. ഈ സെറ്റിലുള്ള ഡിസൈനല്ല അപ്പുറത്തെ സെറ്റിലുള്ളത്. കണ്ടില്ലേ, എല്ലാത്തിലും വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനുകൾ മനോഹരമായിട്ട് കൊത്തിവെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓരോ പരിസരത്തേക്കും കറങ്ങി നടന്നായിരുന്നു. അപ്പോഴത്തെ ഈ കാണുന്ന ഈ ചുമപ്പ് മതിൽ കണ്ടില്ലേ, ചുമപ്പും വെള്ളയും മതിലിനകത്തായിട്ടാണ് ശരിക്കും അമ്പലം വരുന്നത്. അതിനകത്തേക്ക് ക്യാമറയൊന്നും അലൗഡ് അല്ല. ഇതോ അവിടെ ആയിട്ട് കണ്ടില്ലേ, ആ കാണുന്ന തൂണുകൾക്കപ്പുറത്തായിട്ടാണ് സ്വർഗ്ഗവാതിൽ എന്ന് പറഞ്ഞൊരു സംഗതി ഇവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു വാതിൽ ഒരു പ്രത്യേക ദിവസം തുറക്കും. അന്നത്തെ ദിവസം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സ്വർഗം ലഭിക്കുമെന്നാണ് വിശ്വാസം. അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, നമ്മുടെയൊക്കെ പ്രവൃത്തി വെച്ചിട്ട് ഏത് വാതിൽ ചെന്നിട്ടും കാര്യമില്ല. അങ്ങനെ നമ്മൾ നടന്ന് ആ ഒരു സ്വർഗ്ഗവാതിലിൻ്റെ പരിസരത്തേക്ക് എത്തിയിരിക്കുകയാണ്. സത്യത്തിൽ നല്ലൊരു സ്വസ്ഥതയും സമാധാനവും ഫീൽ ചെയ്യുന്നുണ്ട്. വലിയ ബഹളങ്ങളൊന്നുമില്ല. ഒരുപാട് തിരക്കുള്ള അമ്പലങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കും ബഹളവും ഒരു സ്വസ്ഥതയില്ലാത്ത അന്തരീക്ഷമാണ്. പക്ഷേ ഇവിടെ നല്ല സ്വസ്ഥതയും സമാധാനമുള്ളൊരു ശാന്തിയുള്ളൊരു അന്തരീക്ഷമാണ്. എന്തായാലും ഇവിടുത്തെ ഒരു അന്തരീക്ഷം കൊള്ളാം. ഇവിടെയും കുറേ വർക്കുകളെല്ലാം ഉണ്ട്, കണ്ടില്ലേ, കുറച്ചധികം തൂണുകളും എല്ലാമായിട്ട് മനോഹരമായിട്ടുണ്ട്. ഇങ്ങോട്ടാരും വരാത്തതേ സ്വർഗ്ഗവാതിൽ എന്നല്ലേ പേര്. ചിലപ്പോൾ മരിച്ചാലോ സ്വർഗത്ത് പോയാലോ അങ്ങനെയൊക്കെ പേടിച്ചിട്ടാന്ന് തോന്നുന്നു ആരും ഇങ്ങോട്ട് വരാത്തത്. ഇതെവിടെയായിട്ട് നോക്കേ, തുളസിത്തറ. നമ്മൾ സിനിമയിലെല്ലാം കണ്ടിട്ടില്ലേ, ആ ഒരു സംഗതിയാണ്. എന്തായാലും നല്ല ഭംഗിയുണ്ട് നേരിട്ട് കണ്ടപ്പോഴേ. അങ്ങനെ നമ്മൾ അമ്പലത്തിലെല്ലാം കയറിയിട്ട് പുറത്തോട്ടിറങ്ങി. അകത്ത് ഒരു രക്ഷയില്ലാത്ത വർക്കാണ്. എന്ന് വെച്ചാൽ അത്രയും പഴയ കാലഘട്ടത്തിൽ ആ ചെയ്ത വർക്കുകളൊക്കെ സമ്മതിച്ചു കൊടുത്തു പറ്റും. അത്രയും പെർഫെക്ഷനോടെ ചെയ്തിരിക്കുന്നതേ, ഒരു രക്ഷയില്ല. പിന്നെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പുതിയ ഓരോ നിർമ്മിതികൾക്കുള്ളിൽ നിൽക്കുമ്പോൾ നമുക്കൊരു വീർപ്പുമുട്ടലാണ്. പക്ഷെ ഇത്രയും പഴയ കാലഘട്ടത്തിൽ AC കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇത്രയും നേരം ഞാൻ അകത്ത് നിന്നിട്ടും നമുക്കൊരു, എന്ന് വെച്ചാൽ ഇപ്പം സമയം ഉച്ചയ്ക്ക് 12 മണിയാണ്, ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ ഒരു പാറയുടെ തണുപ്പും എല്ലാം കൊണ്ടിട്ട് ഇങ്ങനെ നിൽക്കാനൊരു പ്രത്യേക ഫീലായിരുന്നു.
അല്ലാതെ ഇപ്പോൾ പുതിയ ഓരോ നിർമ്മിതികളും എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പുതിയ അമ്പലങ്ങളിലെല്ലാം കയറുമ്പോൾ ഒരുപാട് തിരക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും പുറത്തേക്ക് ഇറങ്ങിയാൽ മതി എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇവിടെ നിന്നപ്പോഴത്തേക്കും നമുക്ക് അങ്ങനത്തെ ഒരു തോന്നലേ ഇല്ല. കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ തോന്നുന്നുണ്ട്. എന്തുകൊണ്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതേപോലത്തെ പഴയ നിർമ്മിതികളിൽ വരുന്നത്. അതിപ്പോഴും അമ്പലം തന്നെ വേണമെന്നില്ല, പഴയ കൊട്ടാരങ്ങളും അതേപോലത്തെ ഓരോരോ നിർമ്മിതികളുണ്ടല്ലോ, അവിടെയൊക്കെ പോകുമ്പോൾ എന്തോ ഒരു പ്രത്യേക എന്താ പറയുന്ന ഒരു ഒരു കൂളിങ്, ഒരു സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമുക്ക് അവിടെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോഴെന്തായാലും നമ്മൾ ആ ഒരു നിർമ്മിതിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുവാണ്. ഇവിടെ നിന്ന് ഇനി ഒരു 800 മീറ്റർ മാറി കൈലാസനാഥർ ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. ഇപ്പോഴേ അമ്പലം അടയ്ക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്, എന്നാലും നമുക്ക് ആ ഒരു ചുറ്റുപാടും ഒക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം. അങ്ങനെ എന്തായാലും ഞാനിപ്പോഴും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അമ്പലമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വൈബുള്ള സ്ഥലത്തൂടെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴെന്തായാലും നമുക്ക് ഇവിടെ നിന്ന് നടന്ന ആ ഒരു കൈലാസനാഥ ക്ഷേത്രത്തിൻ്റെ പരിസരവും ഒന്ന് കറങ്ങിയിട്ട് വരാം. പഴയ വീടുകളും ഒരു പ്രത്യേക രീതിയിലുള്ള വീടുകൾ. നമ്മൾ എവിടെ പോയപ്പോഴായിരുന്നു? കൽപ്പാത്തി, പാലക്കാട് കൽപ്പാത്തിയിൽ പോയപ്പോഴും ഏകദേശം ഇതേ ഒരു ഫീലായിരുന്നു. എന്തായാലും നമുക്ക് ഈ വഴിയിലൂടെയൊക്കെ ഒന്ന് നടന്നിട്ട് വരാം. ഇത്രയും നേരം നല്ല വെയിലടിച്ചുകൊണ്ട് നിന്നതാണ്, ഇപ്പോഴും പെട്ടെന്ന് അങ്ങ് വെയിൽ മങ്ങി. അതെന്തായാലും കാര്യമായി, വെയിൽ കൊള്ളാതെ നടക്കാമല്ലോ. ഇതാ കണ്ടില്ലേ, ഇവിടെയൊക്കെ ആയിട്ട് വീടുകൾ നോക്കേ, കമ്പി വെച്ചിട്ട് ഗ്രില്ലൊക്കെ ചെയ്ത് കൊള്ളാം. ഇവിടെയൊക്കെ ആയിട്ട് പഴക്കൊലെല്ലാം തൂക്കിയിട്ടിട്ടുണ്ട്. പറഞ്ഞപ്പോഴത്തേക്കും എന്താ വീണ്ടും വെയിൽ വന്നിരിക്കുകയാണ്. നട്ടുച്ച 12 മണി. ഇതെവിടെയായിട്ട് കരിമ്പ് ജ്യൂസ് അടിക്കുന്ന മെഷീനെല്ലാം റെഡി ആയിട്ടിരിപ്പുണ്ട്. ജ്യൂസ് അടിക്കുന്ന ആരെയും കാണുന്നില്ല, അല്ലെങ്കിൽ ഒരു ജ്യൂസ് വാങ്ങി കുടിക്കാമായിരുന്നു. അത്യാവശ്യം ദാഹമുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇന്നത്തെ ദിവസം ഇവിടെ തേരോട്ടത്തിൻ്റെ കൊടിയേറ്റമാണ്. 26-ാം തീയതി, അതായത് ഏപ്രിൽ 26-ാം തീയതിയാണ് തേരോട്ടം. നോക്കട്ടെ, നമുക്ക് പറ്റുമെങ്കിൽ തേരോട്ടത്തിൻ്റെ ദിവസം ഒന്ന് വരാം. അങ്ങനെ ഞാൻ നടന്ന് ഒരു ചെറിയൊരു ജംഗ്ഷൻ എത്തിയിരിക്കുവാണ്. ഇവിടെ ആയിട്ട് ചെറിയൊരു ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട്, കണ്ടില്ലേ? ആൾക്കാരൊക്കെ അവിടെ നിന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഈ കാണുന്ന വഴിയായിരിക്കാം ആ ഒരു കൈലാസനാഥ ക്ഷേത്രത്തിലേക്കുള്ള വഴി. വെയിൽ കൊണ്ടിട്ടാണെങ്കിലും ഇതുവഴിയിലൂടെയൊക്കെ നടക്കാനൊരു പ്രത്യേക രസമുണ്ട്. ഇതാ ഒരു വണ്ടി വരുന്നത് നോക്കി, ഒരു സ്ലിം വണ്ടി. 3 ടയർ ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ഒരു ബൈക്കിൻ്റെ പോലും വീതിയില്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും ആ വണ്ടി കാണാനൊരു പ്രത്യേക രസമുണ്ട്. വേസ്റ്റൊക്കെ എടുക്കുന്ന വണ്ടിയാണ് കേട്ടോ. അവിടെയും അമ്പലത്തിൻ്റെതായ ഒരു നിർമ്മിതിയെല്ലാം കാണുന്നുണ്ട്, കണ്ടില്ലേ? ഒരു സ്റ്റെപ്പെല്ലാം കാണുന്നുണ്ട്. അതിനപ്പുറത്തായിട്ടൊരു തേരെല്ലാം കാണുന്നുണ്ട്. ആ കാണുന്നത് ഒരു തേരാണ്. എന്തായാലും നമുക്ക് ആ ഒരു അമ്പലത്തിൻ്റെ പരിസരത്തേക്ക് നടന്ന് നോക്കിയിട്ട് വരാം. ഇതെവിടെയായിട്ട് നോക്കിയാൽ പൊറോട്ട എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ പല കാഴ്ചകൾ കണ്ട് നമുക്ക് നടക്കാം. നമ്മൾ നേരത്തെ കണ്ടതുപോലത്തെ ആ ഒരു അമ്പല വൈബ് വീടുകളൊന്നും ഇപ്പോഴും കാണുന്നില്ല. ഇപ്പോഴെല്ലാം അത്യാധുനികതയുടെ എന്താ പറയുന്നത്, അങ്ങനത്തെ സംഗതിയാണ്. ഇതാ കണ്ടില്ലേ, സിമെൻറ്റിൽ ചെയ്ത, നേരത്തെ കണ്ടതും സിമെൻറ്റിൽ ചെയ്തതാണ്, പക്ഷേ എന്നാലും നേരത്തെ കണ്ട കെട്ടിടങ്ങൾക്ക് കുറച്ചും കൂടെ എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇതെവിടെയായിട്ട് SBI ബാങ്കെല്ലാം ഉണ്ട്, SBI ATM എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് വന്നപ്പോൾ ഇതെവിടെയായിട്ടൊരു വലിയൊരു വേപ്പ് മരമൊക്കെ നിൽപ്പുണ്ട്. അതിന് താഴെയായിട്ട് ചെറിയൊരു സ്റ്റേജ് എല്ലാം ഉണ്ട്. ഇവിടെ വെച്ചായിരിക്കാം അപ്പോഴേ കലാപരിപാടികളെല്ലാം നടക്കുന്നത്. കലയരംഗം എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്, കണ്ടില്ലേ? കലൈ അരംഗം. ഇതെവിടെയായിട്ട് നോക്കേ, വേസ്റ്റൊക്കെ എടുക്കുന്ന ചെറിയ വണ്ടികളൊക്കെയാണ്. കൈവണ്ടിയുണ്ട്. കൈവണ്ടിയുടെ ചേസ് മാത്രമേ ഉള്ളായിരുന്നു, ബോഡി കാണുന്നില്ല. ഇവിടെല്ലാം ഉണ്ട് ഓരോരോ ചെറിയ വണ്ടികൾ. അത് കൊള്ളാം. അങ്ങനെ നമ്മൾ നേരത്തെ കണ്ടതുപോലത്തെ ആ ഒരു അമ്പല വൈബ് വീടുകൾ വീണ്ടും കാണാൻ തുടങ്ങിയിരിക്കുകയാണ്. അതായത് ഈ വഴിയിലെല്ലാം കാണുന്നത് അതേപോലത്തെ വീടുകളാണ്. പിന്നെ അത് ഇവിടെയായിട്ട് പശുക്കിടങ്ങൾ. ഒരാൾ നല്ല ഉറക്കമാണ്. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞതുപോലത്തെ ആ ഒരു അമ്പല വൈബ് വീടുകളെല്ലാം ഈ ഒരു പരിസരത്തായിട്ട് കാണുന്നുണ്ട്. അവിടെ എന്തോ ഒരു കച്ചവടക്കാരൻ വന്നിട്ടുണ്ട് കേട്ടോ. വീട്ടമ്മമാരെല്ലാം പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. എല്ലാ നാട്ടിലും ഇങ്ങനെ തന്നെയല്ലേ? ഇതാ നോക്കേ, പഴയ പൈപ്പ്. ഇതൊന്നും ഇപ്പം വർക്കിംഗ് അല്ലെന്നാണ് തോന്നുന്നത്. ഇതേപോലത്തെ പൈപ്പുകൾ തമിഴ്നാട്ടിലെ പല സ്ഥലങ്ങളിലുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു അമ്പല വൈബ് വീടുകൾക്കുള്ളിലൂടെ ഇങ്ങനെ, ആ ഒരു വഴിക്കുള്ളിലൂടെ ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ കാണുന്നതാണ് അമ്പലം. അവിടെ ഗേറ്റൊക്കെ അടച്ചിരിക്കുവാണ്, അങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും ഈ ഒരു പൊരിഞ്ഞ വെയിലത്ത്, കരിഞ്ഞ വെയിലത്ത് ഇവിടം വരെ നടന്നു വന്നത് വെറുതെ ആയല്ലോ. അതെന്തായാലും കാര്യമായി. ഇനി വൈകുന്നേരം 5 മണിക്കേ തുറക്കത്തുള്ളൂ പറയുന്നത് കേട്ടോ. ഇവിടെ ഞാൻ തിരക്കായിരുന്നു. ഇത് ഇവിടെയുണ്ട് അതേപോലത്തെ ആ ഒരു പഴയ പൈപ്പ്. ഇവിടെ അമ്പലത്തിൻ്റെ ഒരു പരിസരത്തേക്ക് വന്നപ്പോൾ ഇതെവിടെയായിട്ട് നോക്കേ, കാളയെ ഇവിടെ കെട്ടിയിട്ട് നിലം ഒഴുക്കുന്ന ഒരു പരിപാടിയാണ്. കണ്ടില്ലേ, ഈ കാള ഈ 2 സൈഡിലായിട്ട് കെട്ടും. അവിടെ ഇങ്ങനെ ചവിട്ടി പ്രസ് ചെയ്യും, എന്നിട്ട് കാളയെ കൊണ്ട് നടത്തിക്കും. അപ്പോൾ നിലം ഒഴുകും. എന്തായാലും കൊള്ളാം, അങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റി. ഇത്രയും നടന്നു വന്നാലും കുഴപ്പമില്ല. ഇവിടെയായിട്ട് ആ ഒരു നിലം ഒഴുകുന്നതിന് സൈഡിലായിട്ട് നോക്കി നല്ല മനോഹരമായിട്ടുള്ള പൂവ്. ഇവിടെ സാധാ കാട്ടിൽ പിടിച്ച് ആർക്കും വേണ്ടാതെ നിൽക്കുവാണ്, പക്ഷേ ഇത് വളർത്താൻ പറ്റിയ പൂവാണ്. നല്ല വെയിൽ വേണം, എങ്കിലേ വളരുള്ളൂ. എന്തായാലും കൊള്ളാം, നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. അങ്ങനെ ഞാൻ ആ ഒരു കോവിലിൻ്റെ പരിസരത്ത് നിന്നും വീണ്ടും ആ ഒരു ചെറിയ ടൗണിൻ്റെ പരിസരത്തേക്ക് വന്നിരിക്കുവാണ്. ഇനി ഇവിടെ നിന്ന് ഞാനങ്ങ് തിരികെ എങ്ങോട്ടെങ്കിലും പോകാൻ തോന്നുവാണ്. കാര്യം ഭയങ്കര വെയിൽ. ഏതെങ്കിലും സിനിമാ തിയേറ്ററിൽ കയറി ഇരിക്കാൻ തോന്നുവാണ്. കുറച്ച് നേരം AC-യിൽ ഇരിക്കാനാണ് തോന്നുന്നത്. എന്തായാലും
ഇപ്പോഴിവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ചതിന് ശേഷമേ ഒരു യാത്ര ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഇവിടെ നിന്ന് വിടാം, അതാണ് പ്ലാൻ. ബാക്കി പിന്നെ ആലോചിക്കാം. വെയിൽ കൊള്ളാൻ വയ്യ. അങ്ങനെ ഞാൻ അമ്പലത്തിനടുത്തുനിന്ന് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് ഊണ് കഴിച്ചു. 130 രൂപയായിരുന്നു ഊണിൻ്റെ റേറ്റ്. കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം ടേസ്റ്റുള്ള ഊണായിരുന്നു. ഊണെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ചെറിയ അരിയുടെ ഊണാണ്. അങ്ങനെ ഊണെല്ലാം കഴിച്ചിട്ട് പുറത്തേക്ക് വന്നിരിക്കുവാണ്. ഇനിയിപ്പോഴേ ഇവിടെ നിന്നും ഞാൻ അടുത്തടുത്ത ഓരോ സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. എന്ന് വെച്ചാൽ ഇനി ഇവിടെ നിന്ന് ഞാൻ തിരുനെൽവേലിക്ക് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ നിന്നും ഒരു 28 കിലോമീറ്ററാണ് തിരുനെൽവേലിക്കുള്ള ദൂരം. 3/4 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോഴെന്തായാലും തിരുനെൽവേലിക്ക് പോവാം. അങ്ങനെ നമ്മൾ നടന്ന് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുവാണ്. ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് കയറി നമുക്ക് തിരുനെൽവേലി ഭാഗത്തേക്ക് പോകാം. ഇവിടെ എല്ലാം കുറച്ചധികം മുട്ടക്കടകളൊക്കെ ഉണ്ട്. നോക്കേ, മുട്ടകൾ. ദയവായിട്ട് നോക്കേ, സാരി ഉടുത്ത് ഡമ്മിൽ തൂക്കിയിട്ടിരിക്കുന്നത്. സാധാരണ സാരി നിൽക്കുന്ന പ്രതിമകളിലാണ് കാണുന്നത്. ഇതിങ്ങനെ തൂക്കിയിടുന്നത് കാണുന്നത് റയറാണ്. എന്തായാലും അതൊരു വ്യത്യസ്തമായിട്ട് തോന്നി. എന്തായാലും നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിയെല്ലാം കാണാനൊരു പ്രത്യേക ഫീലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെ ആ ഒരു പഴയ ടൈപ്പ് നിർമ്മിതികളെല്ലാം ഉണ്ട്. അതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ നടക്കാനൊരു രസമാണ്. ഇതാ കണ്ടില്ലേ, ഇവിടെ എല്ലാം ഉണ്ട് പഴയ ടൈപ്പ് കെട്ടിടങ്ങൾ. പിന്നെ ഞാനൊരു കാര്യം പറയാം, അതിനി തമിഴ്നാടിനെ പുകഴ്ത്തി പറയാമെന്നൊന്നും വിചാരിക്കരുത്. വേറെ എവിടെ ചെന്നാലും, വേറെ ഏത് സ്ഥലത്ത് ചെന്നാലും ഈ ഒരു വൈബുണ്ടല്ലോ, അത് വേറെ എവിടെയും കിട്ടില്ല. തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ ഒരു രീതിയിലുള്ളൊരു ടൗണും പരിസരവും എല്ലാം ആയിരിക്കും. അത് കാണാനൊരു പ്രത്യേക ഫീലാണ്. എവിടെയായിട്ട് നോക്കിയ ഒരു കരിമ്പ് ജ്യൂസ് കട, അത് ആർച്ച് പോലെ ചെയ്തിരിക്കുന്നു. 2 കരിമ്പ്, 2 സൈഡിലായിട്ടും കരിമ്പുകൾ. അത് കൊള്ളാം അല്ലേ? അങ്ങനെ ഞാൻ ഈ ബസ് സ്റ്റാൻഡ് നടന്നെത്തിയപ്പോൾ ഇവിടെ ആയിട്ടൊരു പ്രതിമ വെച്ചിട്ടുണ്ട്. മുത്തുരാമലിംഗ തേവർ എന്ന് പറഞ്ഞിട്ട് അവിടെ കല്ലിൽ കുത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ കാണിക്കുന്നത്. അതിന് ചുറ്റും നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ അലങ്കാര വൃക്ഷങ്ങളൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. അങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡ് അടുത്തെത്തിയപ്പോൾ ഇവിടെ ആയിട്ട് ഒരു മുസ്ലിം പള്ളിയുണ്ട്. യെസ്, അങ്ങനെ കുറച്ച് നേരം ബസ്സിന് വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ഒരു കളർഫുൾ ആയിട്ടുള്ളൊരു ബസ് വന്നിട്ടുണ്ട്. തിരുനെൽവേലി എന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട്. യെസ്, എന്തായാലും നമുക്ക് ഈ ബസ്സിലേക്ക് കയറി പാട്ടൊക്കെ കേട്ടങ്ങ് പോവാം. അങ്ങനെ നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് താമരഭരണി ആറിന് കുറുകെ ഇവിടെയാണ്. നേരത്തെ നമ്മൾ അവിടെ നിന്നിട്ടാണ് ഇങ്ങോട്ടേക്ക് നോക്കിയത്. ആ ഒരു പരിസരത്ത് നിന്നിട്ടാണ് ഇങ്ങോട്ടേക്ക് നോക്കിയത്. ഒരു ഡാമാണ്, ഡാമിന് കുറുകെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദൂരം കഴിയുമ്പോഴത്തേക്കും കൃഷിയിടങ്ങളാണ്. ഈ കാണുന്നതെല്ലാം വാഴക്കൃഷിയാണ്. കണ്ടില്ലേ, ഇതേപോലെ കുറേ സ്ഥലങ്ങളിൽ കൃഷിയിടങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ശ്രീവൈകുണ്ഠത്ത് നിന്നും ടിക്കറ്റ് എടുത്തു. ബസ്സിന് ടിക്കറ്റ് ചാർജ് തിരുനെൽവേലിക്ക് പോകാൻ 25 രൂപയാണ്. അങ്ങനെ എന്തായാലും തമിഴ്നാടിൻ്റെതായ ടിപ്പിക്കൽ ഏരിയയിലൂടെയാണ് ബസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ, വലിയ വലിയ പനമരങ്ങളെല്ലാം കണ്ടിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാം. കുറേ സ്ഥലങ്ങളിൽ കൃഷിയൊന്നുമില്ല, വെറുതെ കിടക്കുവാണ്. എന്തായാലും റോഡ് നല്ല അടിപൊളി റോഡാണ്. വണ്ടി നല്ല കത്തിച്ചാണ് വിടുന്നത്. ഇതോടെയായിട്ട് കണ്ടില്ലേ, ഒരു പഴയ കെട്ടിടം പൊളിച്ചിരിക്കുന്നത്. ഇതേപോലെ ഓരോരോ കെട്ടിടങ്ങളെല്ലാം ഭാവിയിൽ പൊളിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതേപോലുള്ള കാഴ്ചകളെല്ലാം എത്രയും പെട്ടെന്ന് വന്ന് കാണുക. പഴയ കെട്ടിടങ്ങളെല്ലാം അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതേപോലെയുള്ള തമിഴ്നാട് യാത്രകളെല്ലാം നിങ്ങളും ചെയ്യുക. നഷ്ടമായാൽ നഷ്ടമായതാണ്, പിന്നെ തിരികെ കിട്ടില്ല. അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലും പോകുമ്പോഴും എന്തെങ്കിലുമൊക്കെ കാണും. അതെല്ലാം ബസ് നിർത്തുമ്പോഴോ ബസ് ഓടിക്കൊണ്ടിരിക്കുമ്പോഴോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനും കാണിച്ചു തരാം. അങ്ങനെ എന്തായാലും ഈ ഒരു പഴയ കെട്ടിടം, പൊളിച്ച കെട്ടിടത്തിനടുത്ത് നിന്ന് നമ്മുടെ ബസ് മുന്നിലേക്ക് പോവുകയാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് സെയ്തിങ്കനല്ലൂർ, അങ്ങനെ എന്തോ ഒരു പേരായിരുന്നു. ഞാൻ പെട്ടെന്ന് വായിച്ചതാണ്, സെയ്തിങ്കനല്ലൂർ. യെസ്, അങ്ങനെ നമ്മൾ കുറച്ചധികം ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം തിരുനെൽവേലി എത്താറായിരിക്കുവാണ്. ഇനി 6 കിലോമീറ്ററും കൂടെ ഉള്ളൂ തിരുനെൽവേലിക്ക്. യെസ്, അങ്ങനെ നമ്മൾ കുറച്ചു ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം തിരുനെൽവേലി പുതിയ ബസ് സ്റ്റാൻഡ് എത്തിയിരിക്കുവാണ്. MGR ബസ് സ്റ്റാൻഡ് കണ്ടില്ലേ, അകത്തേക്ക് കയറുവാണ്. അങ്ങനെ ഞാൻ എന്തായാലും തിരുനെൽവേലി പുതിയ ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിരിക്കുവാണ്. ഇനിയിപ്പോഴെൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ മാറി ഒരു സിനിമാ തിയേറ്റർ ഉണ്ട്. അവിടെ പോയി അജിത്തിൻ്റെ ഒരു സിനിമയ്ക്ക് കയറാമെന്നാണ് വിചാരിക്കുന്നത്. ഈ വെയിലത്തിനി കിടന്ന് അലയാൻ വയ്യ. അങ്ങനെ ഞാനിവിടെ തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷൻ അടുത്തെന്ന് വെച്ചാൽ ഒരു 3 കിലോമീറ്റർ മാറി PSS മൾട്ടിപ്ലക്സ് എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഉണ്ടായിരുന്നു. അവിടെ വന്ന് സിനിമ കണ്ടു. നല്ല അടിപൊളി തിയേറ്ററാണ് കേട്ടോ. നല്ല വലിയ സ്ക്രീനും നല്ല സൗണ്ടൊക്കെ ആയിട്ട് അടിപൊളി തിയേറ്ററായിരുന്നു.
അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞൊരു സിനിമയായിരുന്നു കണ്ടത്. വിജയ്, സൂര്യ, വിക്രം ഇവരുടെ സിനിമകൾ കാണുന്ന അത്രയും സിനിമകൾ ഞാൻ അജിത്തിന്റെ സിനിമകൾ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഈ സിനിമയിലും അജിത്തിന്റെ കുറച്ച് പഴയ സിനിമകളുടെ റെഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ പഴയ അജിത്തിന്റെ സിനിമകൾ കണ്ടിട്ടില്ലാത്തവർക്ക് ചിലപ്പോൾ കുറച്ച് കാര്യങ്ങളൊന്നും അങ്ങനെ കണക്റ്റ് ആകില്ല. എന്ന് വെച്ചാൽ ഈ സിനിമയിൽ തന്നെ വാലി സിനിമ പാത്രിക്കുക അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സീനൊക്കെ എനിക്ക് കണക്റ്റായി. കാര്യം ആ സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ വേറെ 1-2 സിനിമകളുടെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കണക്റ്റായി. പടം എനിക്കത്ര ഒരു ആവറേജ് എക്സ്പീരിയൻസാണ് കിട്ടിയത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അത് ഞാൻ വെറുതെ എന്ന് പറയുവാണ്, അജിത്തിന് പുള്ളിക്കാരനെ തല എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ലെന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിനിമയിലും അതേപോലത്തെ രംഗങ്ങൾ പാടില്ല. എന്ന് വെച്ചാൽ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ അജിത്താണെന്ന് വെച്ചോ, ഞാൻ സിനിമാ നടൻ അജിത്താണെങ്കിൽ എന്നെ തല എന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ലെന്ന് വെച്ചോ, സ്ക്രിപ്റ്റിൽ ഇതേപോലെ തല റെഫറൻസ് ഉള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ പറയും ആ സീൻ ഷൂട്ട് ചെയ്യേണ്ട, അത് ആൾക്കാർ എന്നെ തല എന്ന് വിളിക്കാൻ പ്രോത്സാഹിപ്പിക്കും, അതുകൊണ്ട് അങ്ങനത്തെ സീനൊന്നും വേണ്ട എന്ന് ഞാൻ പറയും. അതേപോലെ പുള്ളിക്കും പറയാമല്ലോ, തല എന്ന് വിളിക്കുന്നത് പുള്ളിക്ക് ഇഷ്ടമല്ലെങ്കിൽ പുള്ളിക്ക് പറഞ്ഞുകൂടെ, ധൈര്യമായിട്ട് പറയാമല്ലോ. എന്തായാലും സ്ക്രിപ്റ്റ് വായിക്കുമല്ലോ, അപ്പോൾ അതിലിങ്ങനെ തല റെഫറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയാം പുള്ളിക്ക്. അത് പറയാനുള്ള എല്ലാ പവറും പുള്ളിക്കുണ്ട്. പക്ഷേ സിനിമയിലെല്ലാം തല എന്നുള്ള റെഫറൻസ് ഒക്കെ ഉണ്ട് താനും, പക്ഷേ പുള്ളി അങ്ങനെ വിളിക്കാനും പാടില്ലെന്ന്. സത്യത്തിൽ പുള്ളിക്ക് അങ്ങനെ വിളിക്കുന്നത് ഇഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴെന്തായാലും നമ്മൾ സിനിമയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വന്നിരിക്കുവാണ്. ഇനിയിപ്പോഴേ ഇവിടെ ഒരുപാട് കിടന്ന് കറങ്ങുന്നില്ല. ഇനിയിപ്പോഴും ഞാൻ രാത്രി 9:05 നാട്ടിലേക്കൊരു ട്രെയിനുണ്ട്, 16127 അങ്ങനെയാണെന്ന് തോന്നുന്നു ട്രെയിനിൻ്റെ നമ്പർ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ആ ട്രെയിനിൽ കയറിയിട്ട് നാട്ടിലേക്ക് പോകാനാണ് എൻ്റെ പ്ലാൻ. അങ്ങനെ രാത്രി 9:05 ഈ തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ പാതിരാത്രി, അതായത് വെളുപ്പിനെ 1:30 കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തും. 100-150 അത്ര എങ്ങനെ ആവത്തുള്ളൂ. ഞാൻ സ്ലീപ്പറൊന്നും ബുക്ക് ചെയ്തിട്ടില്ല, ജനറൽ കമ്പാർട്ട്മെൻറ്റ് എടുത്ത് പോവുകയാണ്. അപ്പോഴെന്തായാലും അതിൽ കയറി വിടാനാണ് എൻ്റെ പ്ലാൻ. ഇപ്പോഴെന്തായാലും സമയം ഒന്ന് ഇരുട്ടി വരുന്നുണ്ട്, ഒരു മഴയുടെ ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. രാത്രി മഴ പെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ ഇനി അടുത്ത വീഡിയോ ഏതെങ്കിലും തണുപ്പുള്ള സ്ഥലത്ത് പോകാനാണ് എൻ്റെ ഉദ്ദേശം. കാര്യം വെയിൽ കൊള്ളാൻ വയ്യ, വെയിൽ കൊണ്ട് കരിഞ്ഞ് പൊരിഞ്ഞ് വീഡിയോ ചെയ്യാൻ സത്യത്തിൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യാം. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലും ചൂട്, വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്ന സ്ഥലത്തും ചൂട്. ഒന്ന് ആലോചിച്ച് നോക്കേ, നമ്മളങ്ങ് മടുത്തു പോകും. എന്താ കാലി ഉടക്കി നമ്മളങ്ങ് മടുത്തു പോകും. അപ്പോഴെന്തായാലും ഞാൻ ഇനി വിചാരിക്കുന്നത് അടുത്ത വീഡിയോ ഊട്ടിയോ കൊടൈക്കനാലോ വാൽപ്പാറയോ ബാംഗ്ലൂരോ അങ്ങനത്തെ ഏതെങ്കിലും സ്ഥലത്തോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോഴെന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ, തമിഴ്നാടിൻ്റെ ഒരു കൊച്ചു കറക്കം വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.